1897 ജനുവരി 23 ഇന്ത്യൻ ജനത ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ദിവസം. കാരണം മറ്റൊന്നുമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിക്കൊപ്പം കേട്ട പേര്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവാൻ നെഹ്റുവിനേക്കാൾ അർഹനായ മനുഷ്യൻ, സുഭാഷ് ചന്ദ്രബോസ്. ഒറീസയിലെ കട്ടക്കിൽ ജാനകിനാഥ ബോസിന്റെയും പ്രഭാവതി ദേവിയുടെ മകനായും സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചു. പക്ഷേ നേതാജി എന്ന നേതാവ് ജനിക്കുന്നത് ഇവിടെ നിന്നൊന്നുമല്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഇഴഞ്ഞുപോക്കും ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിന്റെ സന്ധിയിൽ വെച്ചാണ് നേതാജി എന്ന നേതാവ് ജനിക്കുന്നത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് തന്റെ രക്തത്തിന്റെ അല്ലെങ്കിൽ ഈ ജനതയുടെ രക്തത്തിന്റെ വിലയുണ്ടെന്ന് സുഭാഷ് വിളിച്ചു പറഞ്ഞു. ചെറുപ്പത്തിലെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിനോട് നേതാജിക്ക് അന്നേ വിയോജിപ്പായി. കാരണം മറ്റൊന്നുമല്ല, സമൂഹത്തിനോട് ഇടപെടാത്ത അല്ലെങ്കിൽ സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭരണകൂടം വിദ്യാഭ്യാസത്തിലൂടെ എന്ത് വിപ്ലവമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുക എന്ന ചോദ്യം ക്രൂരമ്പുകൾ പോലെ അന്നേ ബ്രിട്ടീഷിനെ വേട്ടയാടുന്നുണ്ടായി. ബ്രിട്ടീഷിനെ അന്നേ നേതാജിയുടെ കണ്ണിൽ ജ്വലിക്കുന്ന തീഗോളങ്ങളെ തിരിച്ചറിഞ്ഞു. 1920 സുഭാഷ് ചന്ദ്രബോസ് സിവിൽ സർവീസ് എഴുതി. ഉയർന്ന മാർക്കുണ്ടായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആവേശം അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർത്തു. പക്ഷേ ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിനോട് അന്നേ വിയോജിപ്പായിരുന്നു നേതാജി. 1921 അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോയി. അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ചിത്തരഞ്ജൻ ദാസിനോട് കൂടി പ്രവർത്തിച്ചു. മോത്തിലാൽ നെഹ്റുവിനോടൊപ്പം ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ച നേതാവാണ് ചിത്തരഞ്ജൻ ദാസ്. 1921 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ സുഭാഷ് നേതാജി ആഹ്വാനം ചെയ്തു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ചന്ദ്രബോസിനെ ജയിലിലടച്ചു. 1924 കൽക്കട്ട കോർപ്പറേഷനിലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സുഭാഷ് ജി അധികാരമേറ്റു. ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിലടച്ച നേതാജി നിരാഹാര സമരം ആരംഭിച്ചു. 7 ദിവസത്തെ തുടർച്ചയായ നിരാഹാര സമരം അദ്ദേഹത്തിന്റെ ശാരീരിക നില വളരെയധികം മോശപ്പെടുത്തി. ജയിലിൽ കിടന്നുകൊണ്ട് നേതാജിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തെക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമാകുമെന്ന ബോധ്യം ബ്രിട്ടീഷ് ഗവൺമെന്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ ജയിലിൽ നിന്നും വിട്ടയക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിർബന്ധിതരായി. 1924 തീവ്രവാദി എന്ന് മുദ്രകുത്തി ബ്രിട്ടീഷ് ഭരണകൂടം നേതാജിയെ ജയിലിലടച്ചു. പക്ഷേ 1925 കൽക്കറ്റയുടെ മേയറായി സുഭാഷ് ചന്ദ്രബോസ് അധികാരമേറ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഗാന്ധിജി നോമിനേറ്റ് ചെയ്തത് പട്ടാഭി സീതാരാമയ്യയായിരുന്നു. പക്ഷേ അതിനെയും പിന്നിലാക്കി സുഭാഷ് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാരണം സുഭാഷ് അല്ലെങ്കിൽ നേതാജി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ എത്ര ആഴങ്ങളിൽ പതിഞ്ഞിരുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് പറഞ്ഞു തരുന്നു. അടങ്ങാത്ത ദേശസ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന നേതാജിക്ക് വളരെ വ്യക്തവും സുതാര്യവുമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ആടിയുലഞ്ഞു നിൽക്കുന്ന ബ്രിട്ടന്റെ കയ്യിൽ നിന്നും, രാഷ്ട്രീയ അസമത്വത്തിൽ നിൽക്കുന്ന ബ്രിട്ടന്റെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങാൻ വളരെ എളുപ്പമാണെന്ന് നേതാജി കണക്കുകൂട്ടി. ശത്രുവിന്റെ ശത്രു മിത്രം, നേതാജിക്ക് അതറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ ഏകാധിപതിയായ ഹിറ്റ്ലറെയും ഇറ്റലിയുടെ ഏകാധിപതിയായ മുസോളിനിയെയും പോരാട്ടത്തിന് മധ്യേഷ്യയിൽ വലിയൊരു ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ജപ്പാനെയും നേതാജി സുഹൃത്തുക്കളാക്കി. ഇവരെ ഉപയോഗിച്ച് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ചോദിച്ചു മേടിക്കാമെന്ന് സുഭാഷ് അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷേ ഗാന്ധിജിയും നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കണ്ട സ്വാതന്ത്ര്യം മറ്റൊരു രീതിയിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിനു കൂടി അധികാരമുള്ള ഒരു സ്വാതന്ത്ര്യ ഇന്ത്യയെയാണ് അവർ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ പദ്ധതിയിട്ടത്. പക്ഷേ പൂർണ്ണമായി ഏകപക്ഷീയമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ആവർത്തിച്ചു പറഞ്ഞത്. നേതാജിയെ ജയിലിൽ നിന്നും വിട്ടയക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിർബന്ധിതരായി. പക്ഷേ നേതാജിയുടെ വീടിനു ചുറ്റും പോലീസ് സേനയെ ബ്രിട്ടീഷ് ഭരണകൂടം വിന്യസിപ്പിച്ചു. നേതാജിയുടെ ഓരോ പ്രവർത്തനങ്ങളും
നിരീക്ഷിക്കാനും വീക്ഷിക്കാനുമായിരുന്നു ഈ സംവിധാനം. പക്ഷേ നേതാജി പഴയ നേതാജി തന്നെ. അദ്ദേഹം ശിശിർ കെ ബോസ് എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനോടൊപ്പം സിയാലുദ്ദീൻ എന്ന കള്ളപ്പേരിൽ ഇൻഷുറൻസ് ഏജന്റായി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു. അവിടെ നിന്ന് കൗണ്ട് ഒർലാൻഡോ എന്ന ഇറ്റലിക്കാരനായി മോസ്കോയിലേക്കും പിന്നീട് ജർമ്മനിയിലേക്കും. അവിടെ വെച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി ആയ ഹിറ്റ്ലറെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. അവിടെ വെച്ചാണ് സുപ്രധാനമായ പല തീരുമാനങ്ങളും നേതാജി എടുക്കുന്നത്. അന്ന് ഹിറ്റ്ലർ ഭരിച്ചിരുന്ന ജർമ്മനിയിലെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് മുറി ഹിറ്റ്ലർ സുഭാഷ് ജിക്ക് അനുവദിച്ചു കൊടുത്തു. ഇവിടെ വെച്ച് നേതാജിക്ക് ത്രോട്ട് ആൻഡ് അലക്സാണ്ടർ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളെ കിട്ടുന്നു. ഇവർ ഇന്ത്യയുടെ ചരിത്രവും രാഷ്ട്രീയ സാഹചര്യങ്ങളും നന്നായി വിലയിരുത്തിയവരാണ്. ജർമ്മൻ അധിനിവേശ യൂറോപ്പിലുള്ള ഭാരതീയരെയും അതുപോലെ തന്നെ ഉത്തരാഫ്രിക്കയിൽ തടവിലാക്കപ്പെട്ട സൈനികരെയും കൂട്ടിച്ചേർത്ത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ലീജിയൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയാണ്. 1941 നേതാജി ബെർലിനിൽ സ്വാതന്ത്ര്യ ഭാരത കേന്ദ്രം രൂപീകരിച്ചു. മൂവർണ്ണ പതാകയും ജനഗണമനയും അവിടെ മുഴങ്ങി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ വലിയൊരു ശക്തിയായി മാറിയിരുന്നു. അപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. 1940 സുഭാഷ് ജർമ്മനി വിടുന്നു. 1943 മെയ് 6 സുമാത്രയുടെ അടുത്തുള്ള സാംബാങ് എന്നൊരു തീരത്ത് ആരെത്തിച്ചേരുന്നു? നേതാജി എത്തിച്ചേരുന്നു. നേതാജിയെ സ്വീകരിക്കാൻ അന്നത്തെ കേണലായിട്ടുള്ള ഇയാമമോട്ടോയും വരും. 1943 മെയ് 12 അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ടോജോയുമായി സുഭാഷ് ചന്ദ്രബോസ് കൂടിക്കാഴ്ച ധാരണയിലും. പിന്നീട് 1943 ജൂൺ 23 സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിലേക്ക് യാത്ര തിരിക്കുന്നു ഇവരുമായി. 1943 ജൂലൈ 5 ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. ഇതിൽ മലയാളികളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലേഡീസ് റെജിമെന്റ് ആയിട്ടുള്ള ഝാൻസി റാണി റെജിമെന്റ് കൈകാര്യം ചെയ്തിരുന്നത് മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ഇത് കൂടാതെ തന്നെ ഒരുപാട് മലയാളികൾ അതിലുണ്ടായിരുന്നു. 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിലെ ഗാദെ ഓഡിറ്റോറിയത്തിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഒരു പൊതുയോഗം വിളിച്ചു ചേർക്കുന്നു. അവിടെ വെച്ച് താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാർ നേതാജി പ്രഖ്യാപിക്കുന്നു. നേതാജി അതിൻ്റെ പ്രസിഡന്റായി സ്വയം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജപ്പാന്റെ കൈവശമുള്ള ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങൾ സ്വതന്ത്ര ഭാരത ഇന്ത്യക്ക് നൽകാമെന്നും ഇനി ജപ്പാൻ പിടിച്ചെടുക്കുന്ന ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളും സ്വതന്ത്ര ഭാരത ഇന്ത്യക്ക് നൽകാമെന്ന് അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 1943 ഡിസംബർ 21 സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെ ഏറ്റെടുക്കാൻ ആൻഡമാനിലെത്തി. ഇവിടെ വെച്ച് നേതാജി ആൻഡമാൻ ദ്വീപുകളെ ഷിഹാദ് ദ്വീപെന്നും നിക്കോബാർ ദ്വീപുകളെ സ്വരാജ് ദ്വീപെന്നും പുതിയ നാമമിട്ട് വിളിച്ചു. 1944 ആസാദ് ബാങ്കിന് നേതാജി രൂപം കൊടുത്തു. മാത്രമല്ല നേതാജി കറൻസികൾ അച്ചടിക്കാനും തുടങ്ങി. സ്വതന്ത്ര ഭാരതയും സ്വതന്ത്ര ഭാരതം എങ്ങനെയായിരിക്കണമെന്ന നേതാജിയുടെ കാഴ്ചപ്പാട് എത്രത്തോളം ശക്തമായിരുന്നുവെന്ന് ഈ തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴേക്കും രണ്ടാം ലോകമഹായുദ്ധം വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു. ജപ്പാൻ സേനയും INAയും കൂടി ഒരുമിച്ച് പീറ്റഗോങ് ലക്ഷ്യമിട്ട് ബ്രിട്ടൻ സേനയ്ക്കെതിരെ നീങ്ങി. ഒരുപാട് നേരത്തെ യുദ്ധത്തിന് ശേഷം വളരെയധികം നാശനഷ്ടങ്ങൾ ബ്രിട്ടൻ സേനയ്ക്കുണ്ടായെങ്കിലും പിന്നീടുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ജപ്പാൻ സേനയ്ക്കും INA സേനയ്ക്കും തിരിച്ചടിയേറ്റു. പിന്നീടുള്ളത് ചരിത്രം. അതുവരെ തുറന്ന യുദ്ധത്തിന് തയ്യാറാവാത്ത അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. കാരണം പേൾ ഹാർബർ തണ്ട്. ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബിനാൽ കണ്ണീരണിഞ്ഞു. പിന്നീട് സ്വന്തം കാലിൽ പോലും നിവർന്നു നിൽക്കാൻ പറ്റാത്ത ജപ്പാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നത് നേതാജിക്ക് വളരെ വിദൂരമായിരുന്നു. പിന്നീട് നേതാജിക്ക് എന്തു സംഭവിച്ചു എന്നതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരുപാട് കമ്മീഷനുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും വാജ്പേയിയുടെ കാലത്തുമൊക്കെ. പക്ഷേ ഇവർക്കൊന്നും ഇതിനുള്ള ശരിക്കുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ നേതാജി എന്ന ആ വലിയ നേതാവ്, ആ വലിയ വിപ്ലവകാരി ഇന്നും ജനങ്ങളുടെ മനസ്സിൽ കെടാത്ത സൂര്യനെ പോലെ
കത്തി നിൽക്കുന്നു.